ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗുണ്ടകളെ പഞ്ഞിക്കിട്ട് മഹാലക്ഷ്മിയെ രക്ഷിച്ചത് മാർക്കോ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്ന പ്രതാപനും മുത്തശ്ശിയും ശരിക്കും ഭയപ്പെടുന്നു. ഇനി ആൾക്കാരെയൊന്നും അവളുടെ പുറകെ വിട്ടിട്ട് കാര്യമില്ല എന്നും 5-ാമത്തെ വയസ്സിൽ അവളുടെ ശരീരത്തിലും മനസ്സിലും കയറിയ അയ്യപ്പൻ്റെ ശക്തി ആവാഹിച്ച് കളയാതെ അവളുടെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് വാരിയിടാൻ പോലും പറ്റില്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ ആ മേഘൻ പറഞ്ഞത് ശരിയാണെന്നും ആദ്യം തീർക്കേണ്ടത് മാർക്കോയെയാണെന്നും പ്രതാപനും പറയുന്നുണ്ട്. പിന്നീട് കണ്ണനെ കാണാനായിട്ട് അഗസ്ത്യകൂടത്തിലെത്തുന്ന അനന്തുവിൻ്റെ മുന്നിൽ പരസഹായം കൂടാതെ എഴുന്നേറ്റ് നിന്ന് ശരിക്കും അനന്തുവിനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സർപ്രൈസ് തന്നെയാണ് കണ്ണൻ കൊടുക്കുന്നത്. കണ്ണേട്ടൻ ഇനി നടന്ന് മല കയറുമെന്നാണ് പറയുന്നത് എന്ന് മഹി പറയുമ്പോൾ എനിക്ക് ഇത്ര വേഗത്തിൽ നടക്കാൻ കഴിഞ്ഞത് ഇയാളുടെ പ്രാർത്ഥന കൊണ്ടാണെന്നാണ് തോമസ് സാറ് പറഞ്ഞത് എന്ന് കണ്ണൻ പറയുമ്പോൾ അത് 100% ശരിയാണെന്നും മഹിയുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയാണ് നിന്റെ കാര്യത്തിൽ ഇത്ര പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തു. ഞാൻ വീണ്ടും പിച്ച് വെച്ച് നടക്കാടാ, മെല്ലെ നടക്കാൻ തുടങ്ങുകയാണ്. ചെറിയ കുഞ്ഞുങ്ങൾ ആദ്യം നടന്നു തുടങ്ങാൻ ശീലിക്കുന്നത് പോലെ എന്ന് പറഞ്ഞുകൊണ്ട് അനന്തുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. മഹിക്കാണെങ്കിലും സന്തോഷം കൊണ്ട് കണ്ണുകളെല്ലാം നിറഞ്ഞു പോകുന്നുണ്ട്. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുവിടാം. തുടർന്ന് ആ പഴയ കണ്ണനെ തിരിച്ചു തന്നതിന് മഹിയോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. മഹി ഇവൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ രണ്ടാനമ്മയും അവരുടെ മക്കളും ഇടപെട്ട് ഇവന് ഇടപെടൽ മൂലം ഇവന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേനെ. അവരിവനെ കൊന്നുകളയാൻ പോലും മടിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനന്ത് വല്ലാതെ തന്നെ ഇമോഷണൽ ആവുന്നുണ്ട് കേട്ടോ ഇതേ സമയം. തുടർന്ന് തോമസ് ഡോക്ടർ അവിടേക്ക് വരുന്നുണ്ട്. കൂട്ടുകാരന് സംഭവിച്ച അത്ഭുതം അനന്ത് നേരിൽ കണ്ടില്ലേ എന്ന് വൈദ്യൻ ചോദിക്കുമ്പോൾ ഇന്നലെ സാർ ഇവൻ്റെ കാര്യത്തിൽ പുരോഗതിയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആകെ നിരാശനായി. അതാണ് ഇന്ന് രാവിലെ തന്നെ ഇവനെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ണിനും മനസ്സിനും സന്തോഷം തരുന്ന കാഴ്ചയാണ് കണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അനന്ത് വീണ്ടും എന്തെന്നില്ലാതെ സന്തോഷിക്കുന്നുണ്ട്. തുടർന്ന് വൈദ്യൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഒരു കാരണവശാലും വീൽചെയറിൻ്റെ സഹായമില്ലാതെ സഞ്ചരിക്കരുത്. ശത്രുക്കളുടെ മുന്നിൽ വെച്ച് വലതുകാലിൻ്റെ വിരലല്ലാതെ അറിയാതെ പോലും ഇടതുകാലോ മുട്ടോ ഒന്നും ചലിപ്പിക്കരുത് എന്നെല്ലാം വൈദ്യൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ. അവർ കണ്ണൻ പഴയ കണ്ണൻ തന്നെയാണെന്ന് കരുതി സന്തോഷിക്കട്ടെ എന്നും വൈദ്യൻ പറയുന്നുണ്ട്. തുടർന്ന് ഇനി എനിക്ക് ഒരു കടം കൂടി ബാക്കിയുണ്ട് എന്ന് വൈദ്യൻ പറയുമ്പോൾ കണ്ണനും മഹാലക്ഷ്മിക്കും അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഞങ്ങളല്ലേ സാറിനോട് ഈ ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നത്. സാറിൻ്റെയും ഇവിടുത്തെ ജീവനക്കാരുടെയും ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം ഒന്നുകൊണ്ട് മാത്രമാണ് കാര്യങ്ങൾക്ക് ഇത്ര വേഗത ഉണ്ടായത് എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ അതൊന്നും അല്ലടോ എന്ന് പറഞ്ഞുകൊണ്ട് താനും മഹിയും മുറ്റത്തേക്ക് വായെന്ന് പറഞ്ഞുകൊണ്ട് വൈദ്യൻ അവർ രണ്ടുപേരെയും അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എത്തുന്നതും ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. കാരണം ജയപാലൻ ചേട്ടൻ കണ്ണനും ഒരു ഊഞ്ഞാൽ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈദ്യൻ പറയുന്നുണ്ട്, ഞാനന്ന് പറഞ്ഞില്ലേ കണ്ണൻ നടന്നു തുടങ്ങിയാൽ പിന്നെ അടുത്ത ഓണത്തിന് ഈ ഊഞ്ഞാലിലിരുന്ന് ആടണമെന്ന്. ഇനി അടുത്ത ഓണം വരെയൊന്നും കാക്കണ്ടടോ. താൻ ഇപ്പം തന്നെ മഹാലക്ഷ്മിയെ ഇരുത്തി ഊഞ്ഞാലിലാട്, ഞാനതൊന്ന് കാണട്ടെ എന്ന് പറയുന്നുണ്ട് വൈദ്യൻ. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും ഒരുമിച്ചിരുന്ന് ആ ഊഞ്ഞാലിലിരുന്ന് ആടുന്നുണ്ട്. അങ്ങനെ വളരെയധികം സന്തോഷത്തോടെ അപ്പോൾ അനന്തുവാണ് കേട്ടോ അവർക്ക് ഊഞ്ഞാലാട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇതേ സമയം ഇത് കണ്ടുകൊണ്ട് സാഗർ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ സാഗറിനാണെങ്കിലും ആ കാഴ്ച കണ്ട് വളരെയധികം സന്തോഷമാവുന്നുണ്ട് കേട്ടോ. തുടർന്ന് അനന്തു സാഗറിനോട് പറയുന്നുണ്ട്, കണ്ണൻ്റെ കാലിൻ്റെ തളർച്ച മാറിയ കാര്യം ഞങ്ങളെ കൂടാതെ അറിയാവുന്ന ഒരാൾ സാഗർ മാത്രമാണ്. ഒരു കാരണവശാലും സാഗറിൻ്റെ നാവിൽ നിന്നും സത്യങ്ങൾ മറ്റാരും അറിയാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒരിക്കലും ഞാൻ വിശ്വാസവഞ്ചന ചെയ്യില്ല. പിന്നെ മഞ്ജുവിന് ഇതറിയുമ്പോൾ ഒരുപാട് സന്തോഷമാവും. അവളോട് മാത്രം ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ സാഗര. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും തോമസ് ഡോക്ടറോട് യാത്ര പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങുന്നു. നേരെ അവർ മഹാലക്ഷ്മിയുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ അവിടെ എത്തുന്നതും മുത്തശ്ശിയും പ്രതാപനും ഇല്ലാത്തതുകൊണ്ട് തന്നെ വീൽ ചെയറിൻ്റെ സഹായം കൂടാതെ കാറിൽ നിന്നും നടന്നാണ് കേട്ടോ കണ്ണൻ വീട്ടിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ കണ്ണൻ അങ്ങനെ നടന്നു വരുന്നത് കണ്ട് മോഹിനിക്കാണെങ്കിൽ സന്തോഷം അടക്കാനായിട്ട് കഴിയുന്നില്ല. തുടർന്ന് മഹി നടന്നതെല്ലാം മോഹിനിയോട് പറയുന്നുണ്ട്. ഒരു കാരണവശാലും ഇത് കരുണയുടെ അച്ഛനോ മുത്തശ്ശിയോ അറിയാൻ പാടില്ല എന്നും മഹി മോഹിനിയോടായിട്ട് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മോഹിനിയെ കണ്ടതിന് ശേഷം അവർ കണ്ണനും മഹാലക്ഷ്മിയും തിരിച്ച് കമലേശ്വരത്ത് എത്തുകയാണ്. അപ്പോൾ കണ്ണൻ വീൽ ചെയറിൽ തന്നെ വരുന്നത് കണ്ട് ദുർഗയ്ക്കും ഉണ്ണിക്കും കരുണയ്ക്കും ഒക്കെ ചെറിയൊരു ആശ്വാസം തോന്നുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കാര്യത്തിൽ മാറ്റമൊന്നും ഇല്ല എന്നറിയുമ്പോൾ അവർക്ക് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദുർഗ മുന വെച്ച് സംസാരിക്കാൻ തുടങ്ങുകയാണ്. എന്താടാ കണ്ണ,
കല്യാണം കഴിഞ്ഞിട്ട് വന്ന നിൻ്റെ ആദ്യത്തെ പിറന്നാൾ നീ ഇവളോടൊപ്പം അവിടെ വെച്ച് ആഘോഷിച്ചോ എന്നെല്ലാം ചോദിക്കുമ്പോൾ അതൊക്കെ എന്തിനാ നിങ്ങളറിയുന്നത്? എൻ്റെ പിറന്നാൾ ദിവസം മറ്റു ചിലത് കൂടി അവിടെ നടന്നു. അതൊക്കെ നിങ്ങൾ കൂടി അറിഞ്ഞിട്ടാണ് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. തുടർന്ന് എടാ ഉണ്ണി, നീ കൂടി നിൻ്റെ ഭാര്യയുടെ വീട്ടുകാരുടെ കൂടെ ചേർന്ന് സ്വന്തം ഏട്ടത്തിയെ കൊല്ലാൻ വേണ്ടി അതിനു വേണ്ടി കൂട്ടു നിൽക്കല്ലേ? നിനക്ക് നാണമില്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് ഉണ്ണിക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. ദുർഗയാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ എന്താടാ കണ്ണാ നീ എന്താ പറയുന്നത്, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ മതി നിങ്ങളുടെ അഭിനയമൊക്കെ. മാർക്കോ കൃത്യസമയത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ എന്നോടൊപ്പം ഇയാളിപ്പോൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയുമ്പോൾ കരുണയും ഉണ്ണിയൊക്കെ ശരിക്കും ഞെട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തവണയും മാർക്കോ തന്നെയാണ് ഗുണ്ടകളെ പഞ്ഞിക്കിട്ട് മഹാലക്ഷ്മിയെ രക്ഷിച്ചത് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. തുടർന്ന് എന്താടാ കണ്ണ ഇത്തവണത്തെ ചികിത്സ കൊണ്ട് നിനക്കും കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും ഇല്ലേ എന്ന് ദുർഗ വീണ്ടും ചോദിക്കുമ്പോൾ ഇല്ല എന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ, അതുകൊണ്ടല്ലേ കണ്ണേട്ടൻ വീൽ ചെയറിൽ തന്നെ വന്നത്. ഇവരോടൊന്നും സംസാരിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല കണ്ണേട്ടാ, നമുക്ക് അകത്തേക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനെയും കൂട്ടിക്കൊണ്ട് മഹി അകത്തേക്ക് പോകുന്നു. ശേഷം ഇത്തവണയും അവൻ്റെ കാലിന് ചികിത്സ കൊണ്ട് പ്രത്യേകിച്ച് പുരോഗതി ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന് ദുർഗ പറയുമ്പോൾ അയാൾ സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ അയാളുടെ കാലുകളിലേക്ക് തന്നെയാണ് നോക്കിയത്, അയാളുടെ വലത് കാൽ വിരൽ അല്ലാതെ ഇടതുകാലൊന്നും അനങ്ങിയിട്ടില്ല എന്ന് ദുർഗ പറയുമ്പോൾ എന്തായാലും നമ്മളെല്ലാവരും അയാളെ ഒന്ന് വാച്ച് ചെയ്യണം. വലതുകാല് പോലെ തന്നെ അയാളുടെ മറ്റ് അവയവങ്ങൾക്കും ചലനശേഷി കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണമെന്നെല്ലാം കരുണയും ഉണ്ണിയും കൂടി തീരുമാനം എടുക്കുന്നുണ്ട് കേട്ടോ. പിറ്റേന്ന് കണ്ണനും മഹാലക്ഷ്മിയും ബാൽക്കണിയിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ണനാണെങ്കിൽ വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കണ്ണൻ ഒരു ആഗ്രഹം പറയുന്നുണ്ട്, മഹി എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ദൂരെ കാഴ്ചകളൊക്കെ കാണണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. എത്ര കാലമായി അങ്ങനെയൊക്കെ ഒരു കാഴ്ച കണ്ടിട്ട് എന്ന് പറയുമ്പോൾ വേണ്ട കണ്ണേട്ടാ, തോമസ് സാറ് പ്രത്യേകം പറഞ്ഞതല്ലേ, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മതി, നമ്മുടെ വീട്ടിനകത്ത് തന്നെയാണ് ശത്രുക്കൾ, ആ കാര്യം കണ്ടിട്ടും പ്രത്യേകം ആലോചിക്കണം എന്നെല്ലാം മഹി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടേക്ക് ഇപ്പോൾ ആര് വരാനാ മഹി എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ പെട്ടെന്ന് തന്നെ യാദൃശ്ചികമായിട്ട് എന്തോ ഒരു ആവശ്യത്തിന് മുറ്റത്തേക്ക് വരുന്ന ദുർഗയാണെങ്കിൽ മഹാലക്ഷ്മിയും കണ്ണനും കൂടി ബാൽക്കണിയിൽ നിന്നും ചിരിച്ച് സംസാരിക്കുന്ന കാഴ്ചയൊക്കെ കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ദുർഗയ്ക്കാണെങ്കിൽ താൻ കാണുന്നത് സ്വപ്നമാണോ സത്യമാണോ എന്നറിയാൻ കഴിയാതെ ഇങ്ങനെ മിഴിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്